വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് ആ ക്ലാസ് കണ്ടിട്ട് ഈ ക്ലാസ് കാണുക. കാരണം അവിടെ നമ്മളൊരു കഥ പറയുകയായിരുന്നു. ഇവിടെ ഫ്രാൻസിൽ പണ്ട് നടന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട്, അല്ലേ, 3 രാജാക്കന്മാരെ പറ്റിയൊക്കെ നമ്മളവിടെ പറഞ്ഞിരുന്നു. അതുപോലെ ഈ ഒരു നോട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടിൻ്റെ ഫ്രീ PDF എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നത് ആണ്. ഇവിടെ അത്യാവശ്യം നമ്മൾ എല്ലാ കാര്യങ്ങളും പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു, അല്ലേ. നമ്മൾ ആദ്യം ഫ്രാൻസ് എവിടെയാണെന്ന് കണ്ടെത്തി, ഫ്രാൻസിൻ്റെ അയൽക്കാരെയൊക്കെ പഠിച്ചു. അങ്ങനെ ഫ്രാൻസിൽ പണ്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ സ്വേച്ഛാധിപത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഡെസ്പോട്ടിക് ആയിട്ടുള്ള റൂള് നടക്കുകയായിരുന്നു. ആ റൂള് ഫ്രാൻസിൽ അവിടെ ഭരിച്ചിരുന്ന 3 രാജാക്കന്മാരാണ് പ്രധാനപ്പെട്ട പ്രശ്നക്കാരെന്ന് പറഞ്ഞു. ആരൊക്കെയാണ്? ലൂയി 14, ലൂയി 15, ലൂയി 16. അതിലാദ്യം നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഫ്രാൻസിൽ ഈ 14 വരുന്നതിന് മുമ്പ് വരെയൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ചെറിയൊരു പാർലമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലേ. ആ പാർലമെൻറ്റിനെ നമ്മൾ എസ്റ്റേറ്റ് ജനറൽ എന്ന് വിളിച്ചിരുന്നു. അത് അവസാനം കൂടുന്നത് 1614 ലൂയി 13 കാലത്താണ്. അങ്ങയുടെ മരണശേഷമാണ് ചെറുമോനായിട്ടുള്ള ലൂയി 14 വരുന്നത്. അത്യാവശ്യം നല്ല അഹങ്കാരിയായിരുന്നു. അത് നമുക്ക് ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാജ്യം, അല്ലേ. കാരണം ഞങ്ങളെന്ന് പറയുന്ന ഈ രാജാക്കന്മാരൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞതനുസരിച്ച് നിങ്ങളെ ഭരിക്കാൻ വന്നിരിക്കുന്നവരാണെന്നുള്ളൊരു അഹങ്കാരത്തോടു കൂടി, അല്ലേ, ഡിവൈൻ റൈറ്റ് തിയറിയൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഫ്രാൻസ് ഭരിച്ചു കുളവാക്കിയ ആളാണ് ലൂയി 14 എന്ന് പറയുന്നത്. 14 ശേഷം വരുന്നതാണ് ലൂയി 15. 15 കുഴപ്പം എന്താ, ആവശ്യമില്ലാതെ തൊട്ടടുത്ത് കിടക്കുന്ന ഇംഗ്ലണ്ടുമായിട്ട് യുദ്ധം ചെയ്ത് പൊട്ടി അങ്ങനെ മൊത്തത്തിൽ നാണം കെട്ടിരുന്ന ഒരാളാണ് ലൂയി 14 എന്ന് പറയുന്നത്. മൊത്തത്തിൽ രാജ്യത്തിനെ കടത്ത് കയറ്റി, അല്ലെ, കടം കയറി മുടിഞ്ഞ് പുതിയ ടാക്സൊക്കെ കൊണ്ടുവന്ന് രാജ്യത്തുള്ള ആൾക്കാരെ പൊറുതി മുട്ടിച്ച ഒരു ദുഷ്ടനായിരുന്നു ആര്, ലൂയി 15 എന്ന് പറയുന്നത്. 15 കാര്യം അറിയായിരുന്നു, എനിക്ക് ശേഷം പ്രളയം, അല്ലെ, ഞാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന രാജ്യം പ്രളയത്തിലാവും മുടിയുമെന്ന് മുന്നേ കണ്ട ബുദ്ധിമാനായിരുന്നു ആര്, ലൂയി 15, അല്ലെ. സ്വന്തം കഴിവുകേട് കൊണ്ട് രാജ്യം നശിക്കുമെന്ന് മുന്നേ കണ്ടെത്തിയ ആളാണ് ലൂയി 15. അതിനുശേഷം ലൂയി 16 വരുന്നു. കഷ്ടകാലത്തിൽ രാജാവായി പോയ ആളാണ്. പക്ഷേ പ്രശ്നം എന്താണ്, രാജ്യത്തെ രക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ മേരി അന്റോയിനറ്റ് എന്ന് പറയുന്ന സുന്ദരിയായ ഒരു രാജ്ഞിയും കെട്ടി രാജ്ഞിയുടെ പുറകെ നടന്നു. ഇയാൾ എന്ത് ചെയ്തു, രാജ്യത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മന്ത്രിമാരെയും മറ്റുള്ളവരെയും വിശ്വസിച്ച് നിങ്ങൾ ഭരിച്ചോ, ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞ് രാജ്യകാര്യങ്ങളൊന്നും ശ്രദ്ധയില്ലാത്ത, പാർലമെൻറ്റിനെ പറ്റിയൊന്നും അറിവില്ലാത്ത ഒരു ആളായിരുന്നു 16. അറിവ് ഇല്ലായ്മയുടെ ഫലം അയാൾ അനുഭവിക്കുകയും ചെയ്യുക. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും എന്ത് ചെയ്യാണ്, ഈ പറയുന്ന റവല്യൂഷൻ നടത്തുന്ന ആൾക്കാർ വധിക്കുകയാണ് പിന്നീട് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ഇതിലേക്ക് എത്തിച്ച സാഹചര്യം നോക്കിയാൽ, നമ്മുടെ ഫ്രഞ്ചിലെ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ജനങ്ങളെ 3 ഡിവൈഡ് ചെയ്തിരുന്നു, അല്ലേ. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്ന് 3. അതിൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഹിതന്മാർ, സെക്കൻഡിൽ നോബിൾസ്, 3ത്തിലാണ് സാധാരണക്കാരായ ജനങ്ങൾ. അതിൽ ഡോക്ടർ, എഞ്ചിനീയർമാർ വരെ വരും. അതായത് ലോവർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും ഒക്കെ വരുന്നത് തേർഡ് എസ്റ്റേറ്റിലായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. ഫസ്റ്റ് എസ്റ്റേറ്റിൻ്റെ ഗുണം എന്താണ്, അവർക്ക് തൈദ് എന്ന് പറയുന്ന നികുതിയൊക്കെ ജനങ്ങളിൽ നിന്ന് വാങ്ങാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അത് കർഷകർ സ്വന്തമായിട്ട് രാജാവിനും കൊടുക്കണം, പുരോഹിതന്മാർക്കും എന്ത് കൊടുക്കണം, നികുതി കൊടുക്കണമായിരുന്നു. നോബിൾസിനും അതുപോലെ തന്നെ എന്താണ്, മോങ്തിയം എന്ന് പറയുന്ന നികുതിയൊക്കെ വാങ്ങാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ഈ പറയുന്ന തേർഡ് എസ്റ്റേറ്റിലെ ജനങ്ങൾ പൊറുതിമുട്ടി ഇങ്ങനെ ജീവിക്കുന്ന ഒരു കാലമായിരുന്നു അന്ന് കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. നികുതി കൊടുക്കണം, അതിന് പുറമെ അവരെന്ത് ചെയ്യണം, മിലിറ്ററി സർവീസ് കൊടുക്കണം, അതിന് പുറമെ രാജാവ് പറയുന്ന ജോലികൾ ഇവർ ചെയ്യണം. അങ്ങനെ മൊത്തത്തിലാകെ പണി കിട്ടിയിരിക്കുന്ന കാലം ലൂയി 16 കാലം. അന്ന് എന്ത് വന്നു, ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ടീം ശക്തരായി വരുന്നത് ഈ ഒരു സമയത്താണ്. അതായത് ഞാൻ പറഞ്ഞു, മിഡിൽ ക്ലാസ്സിനകത്ത് ട്രേഡ് നടത്തുന്ന ആൾക്കാർ, അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ബാങ്കിങ് നടത്തുന്ന ആൾക്കാർ, ഡോക്ടർ, എഞ്ചിനീയർമാരെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ മിഡിൽ ക്ലാസ്സിലാണ് വന്നിരുന്നത്. ഈ സമയത്ത് മിഡിൽ ക്ലാസ്സുകാർ പവർഫുള്ളായിട്ട് വരുന്നു. ഈ മിഡിൽ ക്ലാസ്സുകാരെയാണ് അന്നത്തെ കാലത്ത് ബൂർഷകളെന്ന് വിളിച്ചിരുന്നത്. പിന്നത്തെ ബൂർഷ അവർ അല്ല. ദൈവർ എക്കണോമിക്കലി പവർഫുൾ, അവർ സാമ്പത്തികമായി പവർഫുൾ ആയിരുന്നു, അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. പക്ഷേ അവർക്ക് പൊളിറ്റിക്കൽ പവറുകളോ ഹൈ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻസോ മിലിറ്ററി റാങ്കുകളോ കൊടുക്കാത്തതിൽ അവർക്കാകെ മൊത്തം അരിശമുണ്ടായിരുന്നു. അങ്ങനെ ഈ പറയുന്ന മിഡിൽ ക്ലാസ്സുകാരുടെ വരവോടുകൂടി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്കൊക്കെ ഒരു സപ്പോർട്ട് കിട്ടി. അറിവും വിവരവും കാശുള്ളവും സപ്പോർട്ട് ചെയ്യുമെന്ന് കണ്ടപ്പോൾ ജനങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു വിശ്വാസം വന്നു, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുത്ത് നിൽപ്പ് നടത്താമെന്ന്. അങ്ങനെ അതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണമായിരുന്നു ഫ്രാൻസിലെ എക്കണോമിക് ക്രൈസിസ്.
എന്താ പറ്റിയത്? ഏതാണ്ട് 1770-കളായപ്പോഴത്തേക്കും ഒരു സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചു. അതായത് പ്രധാനമായിട്ട് കൃഷിക്കാരെയൊക്കെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തു. ധാന്യങ്ങളുടെ വില കൂടി, അതുപോലെ തന്നെ ഈ പറയുന്ന മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഫോഡറിൻ്റെ വില കൂടി, അങ്ങനെ മൊത്തം പ്രശ്നം ആയി. അങ്ങനെ വന്നപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തു. പക്ഷേ ബാങ്കുകൾ കാലിയായിരുന്നു. അപ്പോൾ ട്രേഡേഴ്സിനും ബാങ്കർമാർക്കും അറിയായിരുന്നു ഇയാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ബോണ്ട് തരാമെന്ന് രാജാവ് പറഞ്ഞു. ആ ബോണ്ട് കൊണ്ട് ഒരു ബോണ്ടയ്ക്കും കൊട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി ഇരുന്നു. അപ്പം മിഡിൽ ക്ലാസ്സുകാർ പറഞ്ഞു, രാജാവേ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇവിടെ ഈ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായത് ഞങ്ങൾ കാരണം അല്ലല്ലോ. എന്താ നിങ്ങൾ ഈ പറയുന്ന ഫസ്റ്റ് എസ്റ്റേറ്റിലെ പുരോഹിതന്മാരുടെ അടുത്തും സെക്കൻഡ് എസ്റ്റേറ്റിലെ സെക്കൻഡ് എസ്റ്റേറ്റിൽ ലോഡ്സിൻ്റെ അടുത്തും പറ നികുതി അടയ്ക്കാൻ. അവർക്കല്ലേ ഒരുപാട് ഭൂസ്വത്തുള്ളത്. അപ്പോൾ അവരൊക്കെ കൂടി നികുതി അടച്ച പ്രശ്നങ്ങൾ മാറുമെന്ന് ആര് പറഞ്ഞു? ഈ തേർഡ് എസ്റ്റേറ്റുകാർ അല്ലെങ്കിൽ ഈ മിഡിൽ ക്ലാസ്സുകാർ പറഞ്ഞു. രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, ടു ടാക്കിൾ ദ എക്കണോമിക് ക്രൈസിസ് കിങ് ലൂയിസ് 16 എന്ത് ചെയ്തു? ഹെവി ആയിട്ട് ഈ പറയുന്ന ബോണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു, എന്താണ് ഈ പറയുന്ന മറ്റുള്ളവരെ ടാക്സേഷനിലുണ്ടാകുന്ന ഈ പറയുന്ന അൺഈക്വൽ ആയിട്ടുള്ള സമ്പ്രദായങ്ങളാണ് രാജാവേ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, എനിക്കതൊന്നും അറിയണ്ട, നിങ്ങൾ നികുതി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മൊത്തത്തിൽ പ്രശ്നമായിരിക്കുന്ന സമയത്തെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. അങ്ങനെ മൊത്തം സാമ്പത്തികമായി നികുതി ഭാരങ്ങളൊക്കെ ഏറ്റെടുത്ത ഈ പറയുന്ന മിഡിൽ ക്ലാസ്സുകാരും ലോവർ ക്ലാസ്സുകാരും കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഒരു വശത്ത് അങ്ങനെ കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ മറ്റൊരു വശത്താണ് ഈ പറയുന്ന ഫ്രഞ്ച് തിങ്കേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നത്. അതായത് നോക്കട്ടെ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ജനങ്ങളുടെ ഒരു ജനറലായിട്ടുള്ള വിശ്വാസം രാജാവ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് തുല്യനാണെന്നാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കണം അല്ലേ, രാജാവ് ദൈവത്തിന് തുല്യമാണ്. ദൈവത്തിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാണ് അല്ലേ. നമ്മൾ ദൈവത്തെ പറ്റിയിട്ട് മോശമായിട്ടൊന്നും പറയത്തില്ല. കാരണം ഇൻ കേസ് ഇപ്പോൾ ഈ പറയുന്ന നിരീശ്വരവാദി എന്ന് പറയുന്നവർ പോലും ദൈവത്തിനെ പറ്റി പറയുമ്പോൾ ഒന്ന് പേടിക്കും, എങ്ങാനും ദൈവം ഉണ്ടെങ്കിൽ പണി തന്നാലോ. അപ്പോൾ ആ ഒരു പേടി രാജാവിനടുത്തും രാജാവിൻ്റെ ഈ പറയുന്ന പുരോഹിതന്മാരുടെ അടുത്തും ഒക്കെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്കൊരു മാറ്റം, ഒരു മാറിയ ചിന്താഗതി ഉണ്ടാക്കാൻ സഹായിച്ചത് ഈ പറയുന്ന ഫ്രഞ്ച് തിങ്കേഴ്സാണ്. അപ്പോൾ ഈ പറയുന്ന ഫ്രഞ്ച് നമുക്ക് വിവരം പറഞ്ഞു തരുന്ന ആൾക്കാർ അങ്ങനെ കണക്കാക്കിയാൽ മതി. ഓക്കെ, ദ ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ആൻഡ് ദെയർ ഐഡിയാസ് കൺവിൻസ് ദ പീപ്പിൾ ഓഫ് ദ സിറ്റുവേഷൻ ദേ വെയർ ഫേസിങ് ആൻഡ് ഇൻസ്പയർഡ് ദം ടു റിയാക്ട് അഗെയിൻസ്റ്റ് ദ ഇൻജസ്റ്റിസ്. ഇപ്പം നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് അല്ലേ, നമുക്ക് സാധാരണക്കാരന് അത്ര രാജ്യകാര്യങ്ങളൊന്നും അറിവുണ്ടാവണമെന്നില്ല, ഇന്നേ ഇല്ല. അപ്പോൾ പിന്നെ അന്നത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഈ ആൾക്കാരും അവരുടെ പ്രസംഗങ്ങളും അവരുടെ പുസ്തകങ്ങളും വരെ മാറ്റി ചിന്തിച്ചു. അതിൽ പ്രധാനപ്പെട്ട ആളാണ് ആര്? വോൾട്ടെയർ. നിങ്ങളുടെ ഭാഗ്യം വെച്ചാൽ വോൾട്ടെയറിൻ്റെ പുസ്തകത്തിൻ്റെ പേരൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. വോൾട്ടെയർ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു ഫ്രീ തിങ്കറാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അദ്ദേഹം ഒരു ഫിലോസഫറും ഹിസ്റ്റോറിയനും അതുപോലെ സറ്റയറിസ്റ്റും അതുപോലെ ഫിലാന്ത്രോപ്പിസ്റ്റും ആയിരുന്നു. ഫിലോസഫി പറയുന്ന, ഹിസ്റ്ററിയെ പറ്റി അറിയുന്ന, സറ്റയർ ഈ പറയുന്ന രാഷ്ട്രീയമായി വിമർശിക്കുന്ന, തമാശയിലൂടെ കാര്യങ്ങൾ വിമർശിക്കുന്ന, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു. അദ്ദേഹം ഒരു നിരീശ്വരവാദിയൊന്നും അല്ലായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഈ പറയുന്ന പുരോഹിതന്മാർ ചെയ്തിരുന്ന തെറ്റായ പ്രവൃത്തികളെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫ്രാൻസിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുകയാണ്? ഈ പറയുന്ന ഫ്രഞ്ചിൽ നിന്ന് എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. മതത്തിനെ വിശ്വസിക്കുന്ന ഒരാളായിട്ട് പോലും മതത്തിനെതിരെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പുറത്താക്കി. ഭാഗ്യവശാൽ നിങ്ങൾക്ക് വേറൊന്നും ഇവിടെ പഠിക്കേണ്ട, വോൾട്ടെയറിൻ്റെ പേര് ഓർത്തു വെച്ചോ, ഫ്രഞ്ച് റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കും. എന്നാൽ അടുത്ത് വരുന്ന ആൾ അങ്ങനെയല്ല, റൂസോ. എന്തുവാണ്? റൂസോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ സോയിൽ നിന്ന് സോഷ്യൽ കോൺട്രാക്റ്റ് അങ്ങ് പഠിച്ചു വെച്ചു. റൂസോയുടെ സോഷ്യൽ കോൺട്രാക്റ്റ്. ഓക്കെ, റൂസോയുടെ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് തന്നെ പഠിച്ചു വെച്ചോ. പുസ്തകം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. റൂസോയുടെ സോഷ്യൽ കോൺട്രാക്റ്റ്, അതായത് സാമൂഹിക ഉടമ്പടി. അതായത് ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് കയറിയിരിക്കുന്ന ആൾ അല്ല. ജനങ്ങളുടെ വിശ്വാസത്തോടു കൂടിയാണ് അയാൾ ഭരിക്കുന്നതെങ്കിൽ അയാൾ ജനങ്ങൾക്ക് നന്മ ചെയ്യേണ്ടതും അയാളുടെ ഡ്യൂട്ടി ആണ് എന്നാണ് ആര് പറഞ്ഞത്? റൂസോ പറഞ്ഞത്. നോക്കിയേ, ദ പീപ്പിൾ ക്രിയേറ്റഡ് ദ കിങ് ത്രൂ എ കോൺട്രാക്ട് ഓഫ് ദെയർ വെൽഫെയർ ആൻഡ് അപ്ലിഫ്റ്റ്മെന്റ്. അല്ലേ, നമ്മുടെ ഈ പറയുന്ന ജനങ്ങളുടെ വെൽഫെയറിനും നന്മയ്ക്കും അപ്ലിഫ്റ്റ്മെൻറ്റും അവരെ ഉന്നതിക്കും വേണ്ടിയിട്ട് അവർ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? രാജാവ് എന്ന് പറയുന്നത്. പക്ഷേ രാജാവ് എന്ത് ചെയ്തു? ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു. സോ ദ കിങ് ഹി ഹാസ് ലോസ്റ്റ് ദ റൈറ്റ് ടു റൂൾ. അങ്ങനെയെങ്കിൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശവും ഇവിടെ നഷ്ടപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഗുഡ് ലോസ് ക്രിയേറ്റ് ഗുഡ് സിറ്റീസൺ. അല്ലെ, നല്ല നിയമങ്ങളാണ് എപ്പോഴും നല്ല ജനതയെ നിർമ്മിക്കുന്നത്. രാജാവിന് നിയമം ഉണ്ടാക്കാനൊന്നും അറിഞ്ഞൂടാ. അദ്ദേഹം വിശ്വസിക്കുന്ന മറ്റൊരു കാര്യമാണ് നാച്ചുറലിസം. എന്ന് വെച്ചാൽ ദൈവദത്തമായിട്ടുള്ള രാജാവിൻ്റെ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിക്കുക. അതൊക്കെ ഉടായിപ്പാണ്, അതൊന്നും ശരിയല്ല.
നന്നായിട്ട്, അതായത് മാൻ ആർ ബോൺ ഫ്രീ ബട്ട് എവ്രിവെയർ ഹീസ് ഇൻ ചെയിൻസ് അല്ലേ. ഈ പറയുന്ന ജനങ്ങൾ, മനുഷ്യൻ ജനിക്കുന്നത് ഫ്രീ ആയിട്ടാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചോളേ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു വാക്യമാണ് മാൻ ഈസ് ബോൺ ഫ്രീ. ഒരു കണക്ക് ആലോചിച്ച് നോക്കി, ശരിയല്ലേ അല്ലേ? നമ്മൾ ഫ്രീ ആയി ജനിക്കുന്നെങ്കിലും നമുക്ക് എപ്പോഴും നമ്മുടെ ചുറ്റും നിയമങ്ങളാണ് അല്ലേ. അപ്പോൾ ആ നിയമങ്ങൾ നല്ലതായാലേ നമ്മൾ നല്ല ജനങ്ങളാവുള്ളൂ. ആ നിയമങ്ങൾ മോശമായാൽ നമ്മൾ എന്തായിട്ട് മാറും? മോശം ജനതയായിട്ട് മാറുമെന്ന് ആര് പറഞ്ഞു? റൂസോ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വായിച്ച് കഴിഞ്ഞൊരു കുട്ടിയെ സംബന്ധിച്ച് എന്തൊക്കെ ഓർത്ത് വയ്ക്കണമെന്ന് ചോദിച്ചാൽ റൂസോയുടെ ബുക്കിൻ്റെ പേര് ഓർത്ത് വെച്ചോളണം. അപ്പോൾ റൂസോയുടെ ബുക്കാണ് റൂസോയുടെ സോഷ്യൽ കോൺട്രാക്റ്റ്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സോഷ്യൽ കോൺട്രാക്റ്റിലൂടെ രാജാവ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അധികാരത്തിൽ, ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കുന്ന ഒരാളാണ്. അതിന് പറ്റിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം പരിപാടി എന്ന് പറഞ്ഞത്. അദ്ദേഹമാണ് പറഞ്ഞത് എന്താണ്? നല്ല നിയമങ്ങളാണ് എപ്പോഴും നല്ല സിറ്റിസണിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം മാൻ ആർ ബോൺ ഫ്രീ ബട്ട് ദേ ആർ എവരിവെയർ ഇൻ ചെയിൻസ് അല്ലെ. എല്ലായിടത്തും അദ്ദേഹം അവർ ചങ്ങലയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതായത് നാച്ചുറലിസം എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയിട്ട് പറഞ്ഞ വ്യക്തിയാണ് ആര്? റൂസോ. അപ്പോൾ റൂസോയുടെ സോഷ്യൽ കോൺട്രാക്റ്റ് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ എന്ത് ഓർത്ത് വയ്ക്കുക? നാച്ചുറലിസത്തെ പറ്റി പറയുന്നത് റൂസോ ആണെന്ന് ഓർത്ത് വയ്ക്കുക. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, മാൻ ആർ ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻസ് എന്ന് പറഞ്ഞതും രാജാവ് ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ഭരിക്കണം എന്ന് പറഞ്ഞതും ആരാണ്? റൂസോയാണ്. അപ്പോൾ സോയുടെ സോഷ്യൽ കോൺട്രാക്റ്റ് ഓർത്ത് വയ്ക്കുക. മറ്റൊരു വ്യക്തിയാണ് മൊണ്ടസ്ക്യൂ. ഓക്കെ, എന്താണ് മൊണ്ടസ്ക്യൂ? നിങ്ങൾക്കറിയാം ഇന്നത്തെ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ഇന്നത്തെ പ്രസൻറ്റ് ഗവൺമെൻറ്റിനകത്ത് എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ജുഡീഷ്യറി എന്ന് പറഞ്ഞ നിയമനിർമ്മാണത്തിന് ആൾക്കാർ, നിയമം നടത്താൻ ആൾക്കാർ, ഇവർ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു ജുഡീഷ്യറിയൊക്കെ നമുക്കുള്ളതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ സംഭവത്തെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തിയാണ് ആര്? മൊണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മൊണ്ടസ്ക്യൂവിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ദ സ്പിരിറ്റ് ഓഫ് ലോ. ഇത് ഓർത്ത് വയ്ക്കണം. അപ്പം ഞാനിത് ഓർത്ത് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊണ്ടസ്ക്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ക്യൂ. ഈ ക്യൂ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ വരിവരിയായിട്ട് ക്യൂ നിൽക്കുന്നതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ, നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് പുരുഷന്മാർ അച്ചടക്കത്തോടെ ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ഇവിടെ. അതിൻ്റെ പേരെന്തുവാണ്? എന്തോ ഒരു ലിക്വിഡ് അല്ലെ, ഒരു പാനീയം കിട്ടുന്ന ഒരു കടയുടെ മുമ്പിലാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ അച്ചടക്കത്തോടെ നിൽക്കുന്നത് അല്ലേ. ആ കൊടുക്കുന്ന സാധനം സ്പിരിറ്റ് അല്ലേ, സ്പിരിറ്റിൻ്റെ വേറൊരു ഫോം അല്ലേ. അപ്പോൾ സ്പിരിറ്റ് ക്യൂവിൽ നിന്ന് വാങ്ങുന്നു എന്ന് ആലോചിച്ചാൽ മതി. സ്പിരിറ്റ് ക്യൂവിൽ നിന്ന് വാങ്ങുന്നു. മാച്ച് ഫോളോയിങ് വരുമ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത എഴുതി തന്നെ പഠിച്ചോ. ഓക്കെ, അപ്പോൾ മൊണ്ടസ്ക്യൂ ക്യൂ എന്ന് ഓർത്ത് വയ്ക്കുക. മൊണ്ടസ്ക്യൂ എന്താണ്? ദ സ്പിരിറ്റ് ഓഫ് ലോ. ക്യൂവിൽ നിന്ന് സ്പിരിറ്റ് വാങ്ങുന്നു എന്ന് ഓർത്ത് വെച്ചാൽ മൊണ്ടസ്ക്യൂയുടെ എന്ത് കിട്ടും? ദ സ്പിരിറ്റ് ഓഫ് ലോ എന്ന് കിട്ടും. അദ്ദേഹം ആ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? അതിനെ 3 ബ്രാഞ്ചുകളായി ഡിവൈഡ് ചെയ്യണം. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. നിയമനിർമ്മാണം, പാർലമെൻറ്റ്, അതാണ് ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ്, ഉദ്യോഗസ്ഥന്മാരെ നടത്താൻ വേണ്ടിയിട്ടുള്ള. ജുഡീഷ്യറി, കോടതികൾ. ഇങ്ങനെ 3ആയിട്ട് വേണം ഗവൺമെൻറ്റിനെ ഡിവൈഡ് ചെയ്യണമെന്ന് പറയുന്നത് ആരാണ്? മൊണ്ടസ്ക്യൂ ആണ്. ഇവിടെ പറഞ്ഞത് ക്യൂ നിന്ന് എവിടെയാണ് വാങ്ങുന്നത്? സ്പിരിറ്റാണ് വാങ്ങുന്നത്. അപ്പോൾ മൊണ്ടസ്ക്യൂ ദ സ്പിരിറ്റ് ഓഫ് ലോ എന്ന കൃതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇതിനെ പറ്റിയിട്ട് പറഞ്ഞത്. അപ്പോൾ റൂസോയുടെ സോഷ്യൽ കോൺട്രാക്റ്റ്, മൊണ്ടസ്ക്യൂവിൻ്റെ ദ സ്പിരിറ്റ് ഓഫ് ലോയും ഓർത്ത് വെച്ചോളണം. സ്പിരിറ്റിലാണ് എന്ത് പറഞ്ഞത്? നമുക്ക് 3 നിയമനിർമ്മാണ സഭ നിയമം എന്ന് പറയുന്ന നടപ്പിലാക്കാനുള്ള ഗവൺമെൻറ്റിന് 3 വിഭാഗങ്ങൾ വേണം. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിയും വേണമെന്ന് പറഞ്ഞത്. മറ്റൊരു വ്യക്തിയാണ് ജോൺ ലോക്ക്. ജോൺ ലോക്കാണ് ദ 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ് എന്ന പുസ്തകം. അതിനകത്ത് കോഡൊന്നും പ്രത്യേകിച്ചില്ല, പഠിച്ചു വെച്ചോ. ജോൺ ലോക്ക് എന്ത് ചെയ്തു? ദ 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്താണ്? ഈ പറയുന്ന ഡിവൈൻ റൈറ്റ് എന്ന് പറഞ്ഞ പരിപാടിയൊന്നുമില്ല. രാജാക്കന്മാരുടെ ഈ പറയുന്ന സ്വേച്ഛാധിപത്യത്തിനെ എതിർത്ത മറ്റൊരു വ്യക്തിയാണ് ജോൺ ലോക്ക്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ആരാണ്? ആദ്യം പറഞ്ഞത് വോൾട്ടെയർ ആണ്. വോൾട്ടെയറിനെ പറ്റി അധികമൊന്നും ഇല്ലെങ്കിലും വോൾട്ടെയർ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ടുള്ളത് ഓർത്ത് വയ്ക്കുക. റൂസോയുടെ സോഷ്യൽ കോൺട്രാക്റ്റിൽ രാജാവ് കോൺട്രാക്റ്റ് അനുസരിച്ചാണ് ഭരിക്കുന്നത്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്ത് പറഞ്ഞു? നാച്ചുറലിസത്തെ പറ്റി പറഞ്ഞു. അതായത് ഈ പറയുന്ന ഡിവൈൻ റൈറ്റ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻ എന്ന് പറഞ്ഞത്. ക്യൂ നിന്ന് സ്പിരിറ്റ് വാങ്ങുന്നു. അപ്പോൾ മൊണ്ടസ്ക്യൂവിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ദ സ്പിരിറ്റ് ഓഫ് ലോയിൽ എന്ന് പറഞ്ഞു. ഗവൺമെൻറ്റിന് 3 ഭാഗങ്ങൾ വേണം. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി വേണമെന്ന് പറഞ്ഞു. മറ്റൊരു വ്യക്തി ജോൺ ലോക്ക് ആണ്. ലോക്ക് പറഞ്ഞത് ദ 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ് അല്ലേ. ദ 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ് പറഞ്ഞു. ഡിവൈൻ റൈറ്റിനെയും ടൈറണിയും പറ്റിയിട്ടൊക്കെ എതിർത്തു. ഇനി ഇതൊക്കെ പ്രധാനപ്പെട്ട ആൾ. ഇത് ഈ പറയുന്ന ജോൺ ലോക്ക് മാത്രം ബ്രിട്ടീഷുകാരനാണെന്നുള്ള ഓർത്ത് വെച്ചോളാം, ഇംഗ്ലണ്ട്. ഇനി 2 ആൾക്കാരെ പറ്റി പഠിക്കണം. ഓക്കെ, ഫിസിയോക്രാറ്റുകൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ഇവർ 2 പേര് രാജാവിൻ്റെ ഉപദേശകന്മാരായിരുന്നു. ടുർഗോട്ടും അതുപോലെ നെക്കറും. ഓക്കെ, ടുർഗോട്ടും നെക്കറും. ടുർഗോട്ട് എന്ന് തന്നെയാണ് മലയാളത്തിലും പറയുന്നതെന്ന് തോന്നുന്നു. ഉച്ചാരണത്തിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, ടുർഗോട്ടും നെക്കർ. അതായത് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഴയ കഥയിലോട്ട് നമ്മൾ തിരിച്ചെത്തുകയാണ്. ആൾക്കാർ ഇമ്പോർട്ടൻസ് ഒക്കെ കഴിഞ്ഞു, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങൾക്ക് തിരിച്ചറിവ് കിട്ടി രാജാവ് ചെയ്യുന്നത് തെറ്റാണ്. അപ്പോഴാണ് രാജാവിന് നമ്മൾ പറഞ്ഞല്ലോ, രാജാവ് സ്വന്തമായിട്ട് ഭരിക്കുക, 16-ാമനെ ഒന്നും ചെയ്യാൻ വയ്യ, ആൻറ്റോണിയറ്റിൻ്റെ പുറകെ പോകാനാണ് ഇഷ്ടം. അപ്പോൾ ഇയാൾ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു.
അല്ലെ, ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഉപദേശിക്കാൻ വേണ്ടി കുറേ ബുദ്ധിയുള്ളവരെ കൊണ്ടുവന്നു. അതിൽ 2 സത്യത്തിൽ ബുദ്ധി ഉണ്ടായിരുന്ന ആൾക്കാരാണ് ആരൊക്കെ? ടുർഗോട്ടും നെക്കറും. അത് ടുർഗോട്ട് പറഞ്ഞു ഈ പറഞ്ഞ പരിപാടി ശരിയാവൂല. അതായത് എന്താണ്, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. അദ്ദേഹം എന്ത് പറഞ്ഞു? കുറച്ച് എക്കണോമിക് പോളിസികൾ കൊണ്ടുവന്നു. അതായത് രാജ്യത്തെ സാമ്പത്തികമായി മുന്നേറാൻ വേണ്ടിയിട്ടുള്ള കുറേ എക്കണോമിക് പോളിസികൾ കൊണ്ടുവന്നു. അതായത് നമ്മുടെ മിഡിൽ ക്ലാസ്സുകാരിപ്പം സമ്പന്നരായിട്ട് വരികയാണല്ലോ, അവർ എണ്ണത്തിലും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ രാജ്യത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ചധികം എന്ത് കൊണ്ടുവരുന്നു? എക്കണോമിക് പോളിസികൾ ആര് കൊണ്ടുവന്നു? ടുർഗോട്ട് കൊണ്ടുവരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടുർഗോട്ടിൻ്റെ പോളിസികളിൽ രാജാവിൻ്റെ ധൂർത്തൊക്കെ കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്ക് പിടിച്ചില്ല? രാജാവിൻ്റെ ഭാര്യയായ മേരി ആൻറ്റോണിയറ്റിന് പിടിച്ചില്ല. ഓക്കെ, അങ്ങനെ പറഞ്ഞു. ആരടുത്ത് പറഞ്ഞു? 16-ാമൻ്റെ അടുത്ത് പറഞ്ഞു, രാജാവേ അല്ല, ഇത് ഹസ്ബൻഡ് അല്ലേ, അപ്പോൾ ചേട്ടാ ഈ പറയുന്ന ആൾ ശരിയല്ല, ഇയാൾ പറയുന്നതൊക്കെ പൊട്ടത്തനമാണെന്ന് പറഞ്ഞപ്പോൾ ടുർഗോട്ടിനെ എന്ത് ചെയ്തു? ഇയാൾ നാട് കടത്തി. അതായത് ഭാര്യയുടെ വാക്കും കേട്ടുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? വിവരമുള്ളവരത്തിന് നാട് കടത്തി. പകരം വരുന്ന ആളാണ് ആര്? നെക്കർ എന്ന് പറയുന്നത്. ടുർഗോട്ട് പോയിട്ട് ആര് വരുന്നു? നെക്കർ വരുന്നു. നെക്കറും ഇത് തന്നെയാണ് പറഞ്ഞത്, രാജ്യം രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് നോക്കിയിട്ടൊന്നും കാര്യമില്ല, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം. He tries to continue the reforms of the Turgot but was expelled due to the war with England. He also faced the opposition from the National Assembly. അതായത് എന്ത് ചെയ്തു? അയാൾ പറഞ്ഞപ്പോഴും അയാളെ എന്ത് ചെയ്തു? ഇയാൾ പിന്നീട് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. കാരണം യുദ്ധം നടക്കുന്നു, യുദ്ധത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തു? പുറത്താക്കുന്നു. അതുപോലെ തന്നെ ആ നാഷണൽ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ പുരോഹിതന്മാർക്കും അതുപോലെ തന്നെ ആർക്കാണ്? ഈ പറയുന്ന പ്രഭുക്കന്മാർക്കും ഇയാളുടെ കാര്യങ്ങൾ ഇഷ്ടപ്പെടില്ല. അത് ധൂർത്ത് കളന്നറുത് അത്ര ഇവർ പറയുന്നുള്ളൂ. ധൂർത്ത് കളയുക, എല്ലാവരും നിന്ന് ടാക്സ് വാങ്ങിക്കുക, അത് പറഞ്ഞ് ഇവർ രണ്ടുപേരെയും കൂടി എന്ത് ചെയ്യാണ്? പിടിച്ച് പുറത്താക്കുക. ഓക്കെ, അപ്പോൾ ഫിസിയോക്രാറ്റുകളായിട്ടുള്ള 2 പേര് ആരൊക്കെയാണ്? ടുർഗോട്ടും നെക്കറും. അതിൽ ടുർഗോട്ടും നെക്കറും സാമ്പത്തികമായി രാജാവിനെ ഉപദേശിച്ച ആൾക്കാർ എന്ന രീതിയിൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതിൽ ടുർഗോട്ട് കുറേ എക്കണോമിക് പോളിസികൾ കൊണ്ടുവന്നു ധൂർത്തും കാര്യങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ മേരി ആൻറ്റോണിയറ്റിൻ്റെ പ്രശ്നങ്ങൾ കാരണം അയാളെ പുറത്താക്കി. നെക്കർ വന്നിട്ട് അതേ കാര്യം കണ്ടിന്യൂ ചെയ്യാൻ നോക്കി, അയാളെ പിടിച്ച് പുറത്താക്കി. പക്ഷേ പിന്നീട് എന്ത് ചെയ്യേണ്ടി വന്നു? നെക്കറിന് തിരിച്ചു കൊണ്ടുവരേണ്ടി വരുന്നു. ഈ നെക്കർ എന്ന പേര് ഓർത്ത് വെച്ചോ, കുറച്ച് കഴിയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സമയത്ത് നമ്മൾ ഇയാളെ പറ്റി കേൾക്കും. ഇതുവരെയുള്ളത് സെറ്റാണോ? ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സിനകത്ത് അവരുടെ പ്രധാനപ്പെട്ട ബുക്ക്, അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനും തിങ്കേഴ്സിൻ്റെ പേര് ഒറ്റ ടേബിളിനകത്ത് ഞാൻ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. വായിച്ച് നോക്കിക്കൊള്ളണം. ഇത് ഞാൻ പറഞ്ഞു തരുന്ന പോയിന്റുകൾ തന്നെയാണ്. ഇനിയാണ് നമ്മുടെ റിയൽ കഥ ആരംഭിക്കുന്നത്. ദ എസ്റ്റേറ്റ് ജനറൽ മീറ്റ്. നെക്കറിനെ തിരിച്ചു കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു അല്ലേ? നോക്കിയേ, ഫൈനലി ദ കിങ് വാസ് ഫോഴ്സ്ഡ് ടു ചേഞ്ച് ഹിസ് ഡിസിഷൻ ആൻഡ് കോൾ നെക്കർ അഗെയിൻ. അല്ലേ, എക്കണോമിക് കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾക്ക് ഫുഡില്ല, ആകെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ രാജാവ് എന്ത് ചെയ്യാണ്? നെക്കറിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ പറ, നമുക്കതുപോലെ ചെയ്യാം. അപ്പോൾ നെക്കർ പറഞ്ഞു, ശരി, നമുക്ക് കുറച്ച് ടാക്സും കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ വീണ്ടും പാർലമെൻറ്റ് വിളിച്ച് ചേർത്തേ പറ്റുള്ളൂ, നിങ്ങൾ എസ്റ്റേറ്റ് ജനറൽ മീറ്റിംഗ് വിളിച്ച് ചേർത്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങനെ നിർബന്ധിതനായി ഗതികെട്ട് 175 കൊല്ലങ്ങൾക്ക് ശേഷം 13-ാമൻ്റെ കാലത്ത് വിളിച്ചതിന് ശേഷം 14, 15, 16-ാമൻ്റെ കാലത്ത് വീണ്ടും എന്ത് വിളിക്കുകയാണ്? ഒരു എസ്റ്റേറ്റ് ജനറൽ മീറ്റിംഗ് വിളിക്കുകയാണ്. എസ്റ്റേറ്റ് ജനറൽ മീറ്റിംഗ് വിളിക്കുകയാണ്. പക്ഷേ അവിടെയാണ് ഒരു കോമഡി ഇരിക്കുന്നത്. ഈ 13-ാമൻ്റെ കാലത്ത് ഒരു സത്യം പറയാൻ നടന്നുകൊണ്ടിരുന്ന ഈ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഈ എസ്റ്റേറ്റ് ജനറൽ മീറ്റിംഗ്, ഇത് വെറും കോമഡിയാണ്. അതായത് മൊത്തം ജനത ഇങ്ങനെ ഉണ്ട്. ഇതിനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ആര് വരുന്നുള്ളൂ? ക്ലർക്കി വരുന്നുള്ളൂ, പുരോഹിതന്മാർ വരുന്നുള്ളൂ. അതിനേക്കാൾ ഒരു ഇച്ചിരി കൂടി വലിയ ഭാഗം മാത്രമേ ആര് വരുന്നുള്ളൂ? ഈ പറയുന്ന ലോഡ്സ് വരുന്നുള്ളൂ. ബാക്കി കാണുന്ന അത്രയും ആരാണ്? മിഡിൽ ക്ലാസ്സാണ്. എന്നിട്ട് കോമഡി നിങ്ങൾ നോക്കിക്കോളണേ. ഈ ഏറ്റവും കുറവെന്ന് പറയുന്ന ക്ലർക്കിയിൽ നിന്ന് ഏതാണ്ട് നോക്കിക്കോ 285 മെമ്പേഴ്സ് ഉണ്ട്. ഇവരുടെ കാര്യങ്ങൾ പറയാനായിട്ട് 285 മെമ്പേഴ്സ് ഉണ്ട്. തൊട്ട് പോപ്പുലേഷൻ്റെ വളരെ കുറവ് മാത്രമായിട്ട് വരുന്ന ആരുണ്ട്? ഈ പറയുന്ന ലോഡ്സിൻ്റെ അടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 380 മെമ്പേഴ്സ് ഉണ്ട്. 380 മെമ്പേഴ്സ് ഈ പറയുന്നവന്മാരാണ്. ബാക്കി ഈ പറയുന്ന മുക്കാലോളം ജനതയിൽ നിന്ന് ആകെപ്പാടെ 621 മെമ്പേഴ്സേ ഉള്ളൂ. എത്ര? 621 മെമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കുഴപ്പമില്ലല്ലോ, 281, 380, 621 കിടക്കുകയല്ലേ. പക്ഷേ കോമഡി എന്താണെന്നറിയാവോ? ഇവരുടെ പാർലമെൻ്റ് ഉണ്ടല്ലോ, ഈ പറയുന്ന ജനറൽ മീറ്റിംഗ്, ഈ ജനറൽ മീറ്റിംഗ് എത്ര ഹൗസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? 3 ഹൗസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എസ്റ്റേറ്റ് അവരൊരു സ്ഥലത്തിരുന്ന് മീറ്റിംഗ് കൂടും. 2ാമത്തെ എസ്റ്റേറ്റ് അവർ വേറെ സ്ഥലത്തിരുന്ന് മീറ്റിംഗ് കൂടും. 3rd എസ്റ്റേറ്റ് അവരവിടെ നിന്ന് മീറ്റിംഗ് കൂടും. എന്നിട്ട് നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഈ 3 പേർക്ക് എത്ര വോട്ടാണ് ഉള്ളത്? 1 വോട്ടാണുള്ളത്. എന്ന് വെച്ചാൽ ഒരു നിയമം നമുക്ക് പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ പോയിട്ട് എവിടെ പോയി വായിക്കുന്നു? പുരോഹിതന്മാരുടെ അടുത്ത് പോയി വായിക്കുന്നു. പുരോഹിതന്മാർക്ക് അത് വേണമെങ്കിൽ അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യാതിരിക്കാം. ഒറ്റ വോട്ട്. അതായത് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഈ 285 പേരും കൂടെ കൂടി തീരുമാനിച്ച് ഒറ്റ തീരുമാനം ഇവിടെ ഉണ്ടാവുള്ളൂ. ഒന്നുകിലും ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല.
2 സെക്കൻഡ് എസ്റ്റേറ്റുകാർക്കും ഈ പറയുന്ന 350 എണ്ണം കൂടെ തീരുമാനിച്ച് അവിടെ ഒറ്റ വോട്ടേ ഉള്ളൂ. അതായത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, രാജാവ് സൂചിപ്പിച്ച് നടത്തുന്ന ആൾക്കാരാണ് ഈ പറയുന്ന 1ഉം 2ഉം. അപ്പോൾ ഇവന്മാർ രാജാവിനെതിരായിട്ടൊരു നിയമം പാസ്സാക്കുമോ? ഇല്ല. ഇവർക്ക് സ്വന്തമായിട്ട് ടാക്സ് നികുതി ഏർപ്പാടാക്കി ഇവർ തീരുമാനിക്കുമില്ലേ? നമ്മൾ കോമഡി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റിലെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഇവരെപ്പോഴും തമ്മിലടിയാണ് നമ്മൾ വാർത്തയിൽ കാണുന്നതല്ലേ. എന്നാൽ ആലോചിച്ച് നോക്കി, ഈ MLA-മാരുടെ ശമ്പളം കൂട്ടുന്നു അല്ലെങ്കിൽ MP-മാരുടെ ശമ്പളം കൂട്ടുന്ന കാര്യം വന്ന് നോക്ക്, ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. കാരണം അവർക്ക് ഗുണമുള്ളതാണ്. അതുപോലെയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ 1ാമത്തെ എസ്റ്റേറ്റും 2ാമത്തെ എസ്റ്റേറ്റും എപ്പോഴും രാജാവിൻ്റെ ഇഷ്ടപ്രകാരം മാത്രമേ കാര്യങ്ങൾ പാസ്സാക്കുള്ളൂ. അപ്പോൾ രാജാവിൻ്റെ ഇഷ്ടമാണ് അവിടെ നടക്കുന്നത്. 3ാമത്തെ എസ്റ്റേറ്റിന് ഒരു വോട്ട്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ ആദ്യം ഈ പറയുന്ന ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും സപ്പോർട്ട് ചെയ്താൽ മതി. എന്ത് പറ്റും? 2/3 എന്ന ഭൂരിപക്ഷത്തിൽ അത് പാസ്സാവും. എന്ന് വെച്ചാൽ സിമ്പിളി പറഞ്ഞാൽ ഈ 621 പോയിട്ട് ഒരു കാര്യവും ഇല്ല. രാജാവ് പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ഫസ്റ്റും സെക്കൻഡും കൂടെ എപ്പോഴും അപ്രൂവ് ചെയ്യിപ്പിച്ച് വിട്ടോളും. തേർഡ് എസ്റ്റേറ്റ് വെറും റബ്ബർ സ്റ്റാമ്പ് പോലെ അവിടെ ചുമ്മാ ഒരു പേരിന് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇത് അന്ന് നടന്നു. പക്ഷേ ഇന്ന് വന്നപ്പോഴത്തേക്കും ജനങ്ങൾക്ക് എന്ത് വന്നു? വിവരം വന്ന് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യോ? ഇല്ല. നോക്കിയേ, വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് ദ സിവിയർ എക്കണോമിക് ക്രൈസിസ് ദാറ്റ് ഫ്രാൻസ് ഫേസ്ഡ് ഇൻ 18th century. ടു ഓവർകം ദിസ് ക്രൈസിസ് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇറ്റ് ബിക്കം നെസസറി ടു ഇമ്പോസ് ന്യൂ ടാക്സസ്. പുതിയ ടാക്സ് കൊണ്ടുവന്നേ പറ്റുമെന്നായി. അങ്ങനെ 16-ാമൻ എന്ത് ചെയ്തു? നെക്കറിൻ്റെ ഉപദേശപ്രകാരം ഫ്രഞ്ച് പാർലമെൻറ്റ് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു ആഫ്റ്റർ 175 വർഷം. പക്ഷേ പ്രശ്നമുണ്ടായി. ഡിസ്പ്യൂട്ട് എറോസസ് റിഗാർഡിങ് ഇറ്റ്സ് ഓർഗനൈസേഷൻ. അല്ല, ഈ പറഞ്ഞ മൊത്തം സെറ്റപ്പ് തന്നെ ജനങ്ങളെ എതിർത്തു. കാരണം ആലോചിച്ച് നോക്കി, ഈ 621 പേര് മാത്രമാണ് സത്യത്തിൽ എന്ത് ചെയ്ത് വന്നത്? എലക്റ്റഡ് ആയിട്ട് വന്ന ആൾക്കാർ ജനങ്ങളിൽ നിന്ന്. ബാക്കി ഇവരൊക്കെ മറ്റേ സന്തതി പരമ്പരയുണ്ടല്ലോ, അപ്പൂപ്പൻ, അച്ഛൻ, മോൻ, അങ്ങനെ മറ്റേ പാസ് ഓൺ ചെയ്ത് വന്ന ആൾക്കാർ. അപ്പോൾ ഇവന്മാർക്ക് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഡെമോക്രസിയെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ല. ഇവന്മാർക്ക് ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാരാണ്. ആകെ 621 വന്നോളൂ. പക്ഷേ അവർക്കാണെങ്കിലോ ഉള്ളത് ഒരു വോട്ടും. ആ ഒരു വോട്ട് കൊണ്ട് ഒരു കാര്യമില്ല. ഈ 1ഉം 3ഉം കാരന്മാർ വോട്ട് ചെയ്ത് കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, ലൈക്ക് ദ ഫ്രഞ്ച് സൊസൈറ്റി ദ എസ്റ്റേറ്റ് ജനറൽ ഓൾസോ ഡിവൈഡഡ് ഇൻറ്റു 3. ദ 3 എസ്റ്റേറ്റ് മെറ്റ് സെപ്പറേറ്റ്ലി. അവർ 3ഉം സെപ്പറേറ്റ് ആയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. The clergy, that was only a small percentage of the French population, had 285 members. The nobility, the lords, which number only about the 140,000 of the French population, had 380 members. 380 members ഉണ്ടായിരുന്നു. In the representative, the common people who constituted majority ആയ കോൺസ്റ്റിറ്റ്യൂഷൻ, കോമൺ പീപ്പിൾ ആകെ 621 സീറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി? ദ മെമ്പേഴ്സ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് വാസ് ഇൻഹെറിറ്റൻസ്. അല്ലേ, അത് അധികാരം എങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്? അച്ഛൻ മോൻ അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. മറ്റേ നമ്മുടെ കുടുംബത്തിൽ പണ്ടത്തെ കിണ്ടി മൊന്തയൊക്കെ മറ്റേ പാരമ്പര്യമായിട്ട് പാസ് ചെയ്ത് പോകുന്ന പോലെ വന്നതാണ്. ഹവർ ദ മെമ്പേഴ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് വരെ ഇലക്റ്റഡ്. ആകെ ആശ്വാസം 3 മാത്രം എന്താണ്? കുറച്ച് വിവരമുള്ള ജനപ്രതിനിധികളാണ് അവിടെ വന്ന് ഭരിച്ചത്. ഇനി പ്രശ്നം നോക്കിക്കോ. ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം വാസ് 1 vote for 1 house. ഒരു ഹൗസിന് ഒരു വോട്ടേ ഉള്ളൂ. ദ ഫസ്റ്റ് 2 houses സപ്പോർട്ടഡ് ദിസ്. അല്ലെ, ഫസ്റ്റ് 2 houses എപ്പോഴും സപ്പോർട്ടേ ചെയ്യുള്ളൂ. കാരണം എന്താ? The reason for this was that if the first 2 estates come together, they would have the majority to control the government. അല്ലേ, ഗവൺമെൻറ് തീരുമാനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് 1-2 മതി. കാരണം അവർക്ക് 2 വോട്ടുണ്ട്. ആകെ 3 വോട്ട് 2 കിട്ടിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷമായി, അവർ റെപ്രസെൻറ്റേഷൻ ഓക്കെ ആയി. അപ്പോൾ ഇത് തന്നെ ജനങ്ങൾ അന്ന് എതിർത്തു. ജനങ്ങൾ തേർഡ് എസ്റ്റേറ്റുകാർ എന്ത് ചെയ്തു? രാജാവിനെ കണ്ടിട്ട് പറഞ്ഞു, രാജാവ് ഇതൊന്നും ശരിയല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റണം. പക്ഷേ രാജാവ് പറഞ്ഞു, ജയിച്ചു പോടാ, എനിക്ക് സൗകര്യമില്ല എന്ന് രാജാവ് പറഞ്ഞു വിട്ടു. കാരണം രാജാവിന് പാർലമെൻ്ററി സിസ്റ്റത്തെ പറ്റിയിട്ടും മെജോറിറ്റിയെ പറ്റിയിട്ടും ജനങ്ങളുടെ വികാരത്തെ പറ്റിയിട്ടും ഒന്നും അറിയാത്ത ഒരു പാവമായിരുന്നു ലൂയി 16. അങ്ങനെ മൊത്തം കയ്യിൽ നിന്ന് പോയി. പാർലമെൻറ്റ് വിളിച്ചു കൂട്ടൽ ആകെ തകിടം മറിഞ്ഞു. ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും സൗകര്യം പോലെ കൂടിക്കും. ഞങ്ങളില്ല എന്ന് ആര് പറഞ്ഞു? തേർഡ് എസ്റ്റേറ്റുകാർ പറഞ്ഞു. അവർ 1789 ജൂൺ 17 പറയുന്നു, ഈ പറയുന്നവന്മാരുണ്ടല്ലോ ഫസ്റ്റും സെക്കൻഡ് എസ്റ്റേറ്റുകാരും, ഇവന്മാരല്ല. ആരാണ് ആൾക്കാർ? സത്യത്തിൽ ഇവിടുത്തെ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ന് പറയുന്ന ആരാണ്? ഞങ്ങളാണ്. ഞങ്ങൾ ഇനി അങ്ങോട്ട് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റും സെക്കൻഡുകാരുടെയും പരിപാടികളൊക്കെ തെറ്റാണ്. രാജാവും സപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർ കേൾക്കുന്നില്ല. അപ്പോൾ ഇവരല്ല, സത്യത്തിൽ ഞങ്ങളാണ് ഈ പറയുന്ന ജനതയുടെ പ്രതിനിധികളെന്ന് ആര് പ്രഖ്യാപിക്കുകയാണ്? ഈ പറയുന്ന തേർഡ് എസ്റ്റേറ്റ് പ്രഖ്യാപിക്കുകയാണ്. ഓക്കെ, ദോ റെപ്രസെൻറ്റേഷൻ ഓഫ് തേർഡ് എസ്റ്റേറ്റ് ഡിമാൻഡഡ് ദ മീറ്റിംഗ് ഓഫ് ഓൾ 3 houses ടുഗദർ. അല്ല, അവർ 3 പേര് ഒരുമിച്ച് മീറ്റ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാമെന്ന് പറയുമ്പോൾ രാജാവ് പറഞ്ഞു പറ്റത്തില്ല. ഫസ്റ്റ് 2 പേരും അത് റെഫ്യൂസ് ചെയ്തു. അങ്ങനെ എന്ത് പറ്റി? 17 ജൂൺ 1789 ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുന്നു? ഇവർ ഡിക്ലെയർ ചെയ്യുകയാണ് അവരാണ് ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ന്. എന്നിട്ട് അവർ പറയുന്നു, ഇന്ന് 17 ആയില്ലേ, 18, 19, 20-ാം തീയതി. ഓക്കെ, എന്നാണ് 20-ാം തീയതി, ജൂൺ 20-ാം തീയതി. 17 നമ്മൾ പ്രഖ്യാപിച്ചല്ലേ ഉള്ളൂ. അന്ന് പോലെ നെറ്റ്വർക്ക് ഒന്നുമില്ല, വാട്സാപ്പ് മെസ്സേജ് നയിക്കാൻ പറ്റില്ലല്ലോ. രാജ്യത്തിലുള്ളവരെല്ലാവരെയും അറിയിക്കുക 2-3 ദിവസം വേണം. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് 20-ാം തീയതി എന്ത് ചെയ്യാം? നമുക്കൊരു മീറ്റിംഗ് കൂടാം. എവിടെ കൂടാം? പാർലമെൻറ്റിൽ തന്നെ കൂടാം.
പാർലമെൻറ്റിൽ 3 ഹൗസും സെപ്പറേറ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ആ മീറ്റിംഗ് ഹാൾ അവിടെ തുറന്ന് കിടപ്പുണ്ടല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, രാവിലെ അങ്ങോട്ട് പോയിട്ട് മീറ്റിംഗ് കൂടിയിട്ട് ഈ പറയുന്ന രാജാവിൻ്റെ തെറ്റായ തീരുമാനങ്ങളൊക്കെ എന്ത് ചെയ്യാം, എതിർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് മനസ്സിലായി. അപ്പോൾ രാജാവും 1-2 എസ്റ്റേറ്റുകാരും പറഞ്ഞു, യവന്മാർ എവിടെ മീറ്റിംഗ് കൂടുമെന്ന് നമുക്കൊന്ന് നോക്കാം. യവന്മാർ ഈ പറയുന്ന ഹാള് തുറന്നു കൊടുത്താൽ അകത്ത് ഒരു മീറ്റിംഗ് നടത്തുള്ളൂ, നമുക്ക് അത് എന്ത് ചെയ്യാം, പൂട്ടിയിടാൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഈ 16-ന്റെ ബുദ്ധി എന്താണെന്ന്. ഓക്കെ, വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ഫസ്റ്റ് 2 എസ്റ്റേറ്റ്, ലൂയി 16 ക്ലോസ്ഡ് ദ ഹാൾ വേർ ദ അസംബ്ലി യൂസ് ടു ബി ഹെൽഡ് ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് അണ്ടർ മിലിറ്ററി ഗാർഡ്. അല്ലേ, പട്ടാളത്തിന് ഇറക്കി. പട്ടാളത്തിന് ഇറക്കിയിട്ട് പറഞ്ഞു ഒറ്റ ഒരുത്തനെ ഇതിനകത്ത് കയറ്റിപ്പോലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പ്രതിനിധികളിൽ നിന്ന് ജീൻ സിൽവിയൻ ബെയ്ലി, അബേസിയസും മിറാബോയും, നേതാക്കന്മാരുടെ പേര് ഓർത്ത് വെച്ചോ, ജീൻ സിൽവിയൻ ബെയ്ലി, അബേസിയസ് അതുപോലെ മിറാബു, നല്ല പേരല്ലേ. അപ്പോൾ ജീൻ സിൽവിയൻ ബെയ്ലിയും അബേസിയസും മിറാബുവും കൂടി എന്ത് ചെയ്യാണ്, രാവിലെ എഴുച്ച് വരികയാണ് മീറ്റിംഗ് കൂടാനായിട്ട്. നോക്കിയപ്പം ദേ കിടക്കുന്നു, എന്ത് പറ്റി, ഞങ്ങളുടെ ഹാള് പൂട്ടിയിട്ടേക്ക്, തോറ്റുപോകാൻ റെഡിയെ. എല്ലാവരും എന്ത് ചെയ്തു, നോക്കിയപ്പം തൊട്ടടുത്ത് വലിയൊരു ഓപ്പൺ ആയിട്ടുള്ള ടെന്നീസ് കോർട്ട് ഇങ്ങനെ തുറന്ന് കിടക്കുന്നതായിട്ട് കണ്ടു. അവർ പറഞ്ഞു, ഇല്ലെങ്കിൽ വേണ്ടപ്പാ, നമുക്ക് എങ്ങോട്ട് പോകാം, ടെന്നീസ് കോർട്ടിലോട്ട് പോകാം. നിങ്ങൾക്കറിയാലോ ടെന്നീസ് കോർട്ട് എന്ന് വെച്ചാൽ നടുക്കൊരു കോർട്ടും ചുറ്റും കാണികൾ ഇരിക്കാനൊക്കെ വേണ്ടി അത്യാവശ്യം സ്പേസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അവിടെ ചെന്നിട്ട് എന്ത് പറഞ്ഞു, ശരിയാവൂല, ഈ രാജാവും ഇയാളുടെ പോക്കും ശരിയാവൂല. ഇനി ഈ രാജാവ് ഈ പറയുന്ന ഫ്രാൻസിൽ പുതിയ നിയമം, ഒരു പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന രാജാവ് അപ്രൂവ് ചെയ്യാതെ ഞങ്ങളാരും ഇവിടം വിട്ട് ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നില്ല എന്നവർ തീരുമാനിച്ചു. അവരെന്ത് ചെയ്തു, The third estate met on 20th June at the nearby tennis court. They declared that they would not leave until they draft a constitution for France. അല്ലേ, ഫ്രാൻസിന് പുതിയൊരു നിയമം കൊണ്ടുവരുന്നവരെ അവർ പിന്മാറത്തില്ല. ഇതിനെയാണ് പിന്നീട് എന്ത് വിളിച്ചത്, ടെന്നീസ് കോർട്ടിൽ വെച്ച് നടന്ന പ്രതിജ്ഞ ആയതുകൊണ്ട് ടെന്നീസ് കോർട്ട് ഓത്ത് എന്നതിനെ വിളിച്ചു. ഓത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിജ്ഞ. അപ്പോൾ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് വെച്ചാൽ എന്താണ്, ജൂൺ 20, 1789 ജൂൺ 20 തേർഡ് എസ്റ്റേറ്റിലെ അംഗങ്ങളെല്ലാം മീറ്റിങ്ങിനായി വന്നപ്പോൾ മീറ്റിംഗ് ഹാൾ പട്ടാളം പൂട്ടിയിട്ടത് കാരണം തൊട്ടടുത്തുള്ള ടെന്നീസ് ഹാളിൽ അവർ വരികയും അവർ മീറ്റിംഗ് കൂടുകയും ചെയ്തു. ആ മീറ്റിങ്ങിനെയാണ് പിന്നീട് എന്ത് വിളിച്ചത്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് വിളിച്ചത്. അങ്ങനെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അതിനെ പിന്നീട് ടെന്നീസ് കോർട്ട് അസംബ്ലി എന്നും എന്ത് ചെയ്തു, അറിയപ്പെട്ടു. ഇതിൻ്റെ ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിരുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു മഴയുള്ള ദിവസമായിരുന്നു അന്ന്. മഴയുള്ള ദിവസത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷം മൊത്തത്തിൽ ചൂട് പിടിച്ച് കിടക്കുകയായിരുന്നു. അവരെപ്പോൾ എന്ത് പറ്റിയത്, ബെയ്ലിയും അതുപോലെ തന്നെ നമ്മുടെ അബേസിയസും മിറാബോയും കൂട്ടരും കൂടി എന്ത് ചെയ്യാണ്, രാവിലെ എഴുച്ച് പല്ലൊക്കെ തേച്ച് കുളിച്ച് റെഡിയായി എങ്ങോട്ട് പോവുകയാണ്, മീറ്റിംഗ് കൂടാൻ പോവുകയാണ്. ചെന്ന് നോക്കിയപ്പോൾ കഷ്ടമതയെ നോക്കണം, എന്താണ്, ആള് പൂട്ടിയിട്ടേക്കുന്നു. ചുറ്റും പട്ടാളക്കാർ, എവിടെ മീറ്റിംഗ് കൂടും, സ്ഥലമുണ്ടോ, ഇല്ല, 100-200 പേര് വന്നിട്ടുണ്ട്, വിളിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം. അവർക്ക് ദേഷ്യം കയറി അവരെന്ത് ചെയ്തു, കലിപ്പുമായി തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുക, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അവരവിടെ ഒത്തുകൂടുകയാണ്. അവർ പ്രതിജ്ഞ എടുക്കുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടെ വിട്ടു പോകത്തില്ല. അതിൻ്റെ പേരാണ് ദ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ആ മീറ്റിങ്ങിനെയാണ് ടെന്നീസ് കോർട്ട് അസംബ്ലി എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. ഓക്കെ ആണല്ലോ. അങ്ങനെ ജൂൺ മാസം 20 തുടങ്ങി പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നെക്കർ ചെന്നിട്ട് രാജാവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, രാജാവേ, പരിപാടി ശരിയാവൂല, അവന്മാരെല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ്, പണി കിട്ടും, ഇങ്ങനെ പോയാൽ ശരിയാവൂല എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ ഒരുപാട് എന്നെ അങ്ങോട്ട് ഉപദേശിക്കരുത് കേട്ടോ, നിന്നെ ഒരിക്കൽ ഞാൻ പറഞ്ഞു വിട്ടതാണ് മര്യാദയ്ക്ക്. അന്ന് നീ മര്യാദയ്ക്ക് പോയിട്ട് ഇവന്മാരെ വാക്കേട്ട് ഞാൻ പിന്നെ നിന്നെ തിരിച്ചു വിളിച്ച്. നിൻ്റെ ഐഡിയ ആയിരുന്നു എന്താണ്, പാർലമെൻറ്റ് വിളിച്ച് ചേർക്കണമെന്ന് പറഞ്ഞത്. അത് വിളിച്ച് ചേർത്തപ്പോഴാണ് അവിടെ ഇല്ലാത്ത വീണ്ടുമുള്ള പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. നീ ഒറ്റ ഒരുത്തനാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞു. രാജാവ് കടക്ക് പുറത്ത് ഇറങ്ങേണ്ട വെളിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ദ ലൂയിസ് 16 ഡിസ്മിസ്ഡ് ഹിസ് അഡ്വൈസർ നെക്കർ ആൻഡ് ഓർഡേർഡ് ഹിം ടു ലീവ് പാരീസ്. കടക്ക് പുറത്തുനിന്ന് പറഞ്ഞു, പാരീസ് വിട്ടോളാൻ പറഞ്ഞു. ജനങ്ങളിതറിഞ്ഞു. ജനങ്ങൾക്ക് മനസ്സിലായി പണി വരുന്നുണ്ട്, ഇയാൾ എന്തോ കാണിച്ചു കൂട്ടാനുള്ള പ്ലാനാണ് വരാൻ പോകുന്നത്. അതായത് ഞങ്ങൾക്ക് ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഈ പറയുന്ന നെക്കറിലായിരുന്നു. നെക്കർ എണ്ണൻ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നിക്കർ വാങ്ങാനുള്ള പൈസയെങ്കിലും ഒപ്പിച്ചു തരുമെന്ന് ആര് വിചാരിച്ചു, ജനങ്ങൾ വിചാരിച്ചു. അപ്പോഴാണ് നെക്കർ എണ്ണനെ നാട് കടത്തി, അല്ലേ, ആളെ കൊടുത്തയക്കുന്ന നിക്കറും കൊണ്ട് നെക്കർ എണ്ണൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു, കടക്ക് പുറത്ത്, ലീവ് ഔട്ട് ഓഫ് ദ പാരീസ് നിന്ന് പുറത്തു പോടാന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി പണി വരുന്നുണ്ട്. അല്ലെങ്കിലേ ഇവിടെ അരി വാങ്ങാൻ പോലും കാശില്ല, മൃഗങ്ങൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല, ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്. പോരാത്തതിന് മിഡിൽ ക്ലാസ്സിൽ നിന്നുള്ള വിവരമുള്ളവരൊക്കെ അവിടെ പോയി കിടന്ന് നിരാഹാര സമരം നടത്തുകയാണ്. എന്തിനാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ രാജാവ് എന്തെങ്കിലും നടത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി കാണിക്കുകയില്ല. അപ്പോൾ പണി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ജനങ്ങൾ പറഞ്ഞു, ഒന്നും നോക്കണ്ട, കൈ കിട്ടിയതൊക്കെ അടിച്ചു മാറ്റിക്കുമെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു,
ദിസ് പ്രൊവോക്ഡ് ദ ക്രൗഡ് ആയിട്ട് അവരെന്ത് ചെയ്തു, അവർ ഗ്രാനറീസും ബേക്കറീസും പാരീസിലുള്ളത് മൊത്തം ഇവരെന്ത് ചെയ്തു, അങ്ങോട്ട് കയ്യേറി. എന്താ സംഭവം ആലോചിച്ച് നോക്കി, പണി വരാൻ പോവുകയാണെന്ന് മനസ്സിലായല്ലേ. അപ്പോൾ എന്താണ്, ഇനി ആഹാരമാണ് മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ അവരെന്ത് ചെയ്തു, കണ്ട ബേക്കറികളും സ്റ്റോറുകളും ധാന്യപ്പുരകളും ഒക്കെ കൊള്ളയടിച്ചു. അവരെന്ത് ചെയ്തു, കൊള്ളയടിക്കുക എന്നല്ല പറയുന്നത്, സത്യം പറഞ്ഞാൽ അത് അവർ തന്നെ സാധനമല്ലേ. അവരതൊക്കെ കയ്യേറി അവിടെ ഉണ്ടായിരുന്ന ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അടിച്ചോട്ടിച്ചു. അപ്പോൾ അവർക്കറിയാം ഉറപ്പായിട്ട് പണി വരും. ഈ പറയുന്ന ഫ്രാൻസ് രാജാക്കന്മാർക്കൊരു കോട്ടയുണ്ട്, അതിൻ്റെ പേരാണ് ബാസ്റ്റിൽ കോട്ട. ഓക്കെ, ബേസിൽ ജോസഫ് എന്ന് പറയുന്നത് ബാസ്റ്റിൽ കോട്ട. ഈ ബാസ്റ്റിൽ കോട്ട എന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്രാൻസുകാരുടെ പ്രിസണും ഇവരുടെ ആയുധങ്ങളും ഒക്കെ ശേഖരിച്ചിരുന്ന ഡിഫൻസിൻ്റെ ഒരു മെയിൻ സ്ഥലമായിരുന്നു ബാസ്റ്റിൽ കോട്ട. അപ്പോൾ ഈ ബാസ്റ്റിൽ കോട്ട അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ പണി വരുമെന്നറിയാം. കാരണം ഇവർ ഗ്രാനറിയും ബേക്കറിയൊക്കെ പിടിച്ചെടുക്കുമ്പോൾ രാജാവ് ചുമ്മാ ഇരിക്കും. രാജാവ് ഇറക്കും, പട്ടാളത്തിന് ഇറക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്തു, അവിടെ പട്ടാളം ഉണ്ടെങ്കിലല്ലേ ഇറക്കുള്ളൂ. ജനങ്ങൾ എന്ത് ചെയ്തു, നേരെ ബാസ്റ്റിൽ കോട്ടയിലോട്ട് അങ്ങോട്ട് ഇടിച്ചു കയറി. എന്ത് ചെയ്തു, ജൂലൈ 14, 1789 ഇവരെന്ത് ചെയ്യാണ്, ദേ അമാസ്ഡ് വെപ്പൺസ് ആൻഡ് സ്റ്റോംഡ് ദ ബേസിൽ, ദ സിംബൽ ഓഫ് ദ ബോർബൺ ഡെപ്പോട്ടിസം. അതായത് ഫ്രഞ്ച് സ്വേച്ഛാധിപത്യത്തിൻ്റെ സിംബലായി കണക്കാക്കി. ഇതെന്ന് വെച്ചാൽ ഈ പറയുന്ന കോട്ട കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് എന്താണ്, പേടിയാണ്. പേടിയാണ്. അതായത് പണ്ടത്തെ പാവം ജനങ്ങളൊക്കെ ഈ കോട്ട കാണിച്ച് പണ്ട് അമ്മമാർ പിള്ളേരെ പേടിപ്പിക്കും പോലെ അല്ലേ, ഇപ്പം വന്ന് പിന്നെ കോക്കാച്ചി പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയും പോലെ ബാസ്റ്റിൽ കോട്ട കണ്ടോ അതിനെ അങ്ങോട്ട് പറഞ്ഞു വിടും. അതൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യും, അവിടെയാണ് ജയിലൊക്കെ ഉള്ളത്, അവിടെയൊക്കെ ഇതിനൊക്കെ നരകിപ്പിച്ച് കൊല്ലുമെന്ന് രാജാവ് പറഞ്ഞ് പേടിച്ചിരുന്ന ജനങ്ങൾ എന്ത് ചെയ്തു, ഇനി ഒന്നും നോക്കാനില്ല, ആഹാരമില്ല, ഇനി ചാവണമെങ്കിൽ ചാവട്ടെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു, കോട്ട ഇടിച്ചു കയറി കോട്ടയ്ക്കകത്തുള്ള പട്ടാളക്കാരെ കാട്ടി അങ്ങോട്ട് എന്ത് ചെയ്തു, ഓടിച്ചു. മണിക്കൂറുകൾ കൊണ്ട് പാരീസ് സിറ്റി മൊത്തം ആരുടെ കൈകളിലായി, ജനങ്ങളുടെ കൈകളിലായി. ജനങ്ങൾ എന്ത് ചെയ്തു, പാരീസ് നഗരം മൊത്തം ആരുടെ കയ്യിലായി, ജനങ്ങളുടെ കയ്യിലായി. മൊത്തം പട്ടാളക്കാരെ ഓട്ടിച്ചു. കണ്ട വഴിക്ക് ഇവർ എന്ത് ചെയ്തു, കാണുന്നവനെയും പോണവനെയും രാജാവിൻ്റെ ആൾക്കാരെ എന്ത് ചെയ്തു, അടിച്ചോടിച്ചു. ദ ഫാൾ ഓഫ് ദ ബാസ്റ്റിൽ ഈസ് കൺസിഡേർഡ് ദ ബിഗിനിങ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. അതുകൊണ്ട് ബാസ്റ്റിൽ കോട്ടയുടെ പതനത്തെ എന്തെന്ന് വിളിച്ചു, ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കമെന്ന് വിളിച്ചു. അതുവരെ സഹിച്ച് പുറത്ത് മിണ്ടാതിരുന്ന ജനങ്ങൾ ഈ പോക്ക് പോയി ശരിയാവില്ലെന്ന് പറഞ്ഞ് അവർ പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നത് എന്ന്. അത് ഈ പറയുന്ന 14 ജൂലൈ 1789 അവരെന്താ ചെയ്ത, ധാന്യപ്പുരയൊക്കെ പിടിച്ചെടുത്തെങ്കിലും ഇമ്പോർട്ടൻ്റ് സിംബോളിക് സംഭവം എന്താണ്, ബാസ്റ്റിൽ കോട്ടയുടെ പതനമാണ്. ഓക്കെ, അവരെന്ത് ചെയ്തു, ബാസ്റ്റിൽ കോട്ട പിടിച്ചെടുത്തതോടെ ജനങ്ങൾക്കൊക്കെ ഒരു വിശ്വാസമായി അല്ലേ. കാരണം അന്ന് വരെ അവർ പേടിച്ചിരുന്ന ആ പറയുന്ന സാധനം പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് എന്തിനും സാധിക്കുമെന്ന് ജനങ്ങൾക്കുള്ളൊരു വികാരം വന്നു. അത് കാട്ടുതീ പോലെ ഈ പറയുന്ന ഫ്രാൻസിൽ മൊത്തം പടർന്നു. The violence spread to French countryside and tax collectors also fell prey to the people's anger. അല്ലേ, രാജാവിൻ്റെ പേരിൽ ടാക്സ് കളക്ട് ചെയ്യാൻ വന്നവന്മാരെ കണ്ടവനെയും പോയവനെയൊക്കെ ജനങ്ങളെടുത്ത് എന്ത് ചെയ്തു, പഞ്ഞിക്കിട്ടു. അങ്ങനെ മൊത്തം എന്തായി പ്രശ്നങ്ങൾ. വഴിയില്ലാതെ രാജാവ് എന്ത് ചെയ്തു, ഈ പറയുന്ന ഫ്രഞ്ച് നാഷണൽ അസംബ്ലി പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തു, രാജാവിന് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. അതിലൊന്നാണെന്ത്, അബോളിഷൻ ഓഫ് സ്ലേവറി അല്ലേ, അടിമക്കച്ചവടം, അടിമത്വം എന്ത് ചെയ്യണം, അവസാനിക്കണം. ടേക്കിംഗ് എവേ ദ സ്പെഷ്യൽ പവർ വെസ്റ്റഡ് ഇൻ ദ നൊബിലിറ്റി അല്ലേ, നോബിൾസിന് പ്രത്യേക അധികാരം കൊടുത്തത് എന്ത് ചെയ്യണം, പിൻവലിക്കണം. അബോളിഷ് ദ ടാക്സ് ദ പീപ്പിൾ ഹാസ് ടു പേ ടു ദ കാത്തലിക് ചർച്ച് അല്ലേ, തൈദ് എന്ന പേരിൽ പള്ളിക്ക് കൊടുത്തുകൊണ്ടിരുന്ന നികുതി ഇനി കൊടുക്കത്തില്ല എന്നവർ തീരുമാനിച്ചു. മാത്രമല്ല അഡീഷണൽ ടാക്സുകൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നത് എന്ത് ചെയ്തു, നിർത്താനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പാരീസ് നഗരം മൊത്തം ആരുടെ കയ്യിലായി, പാരീസ് നഗരം മൊത്തം ജനങ്ങൾ പിടിച്ചെടുത്തു. ഗത്യന്തരമില്ലാതെ രാജാവ് എന്ത് ചെയ്തു, പറഞ്ഞു ശരി ഇനി സ്ലേവറി വേണ്ട, ഇനി എന്ത് വേണ്ട, നോബിലിറ്റി അല്ലെ, ഈ പറയുന്ന നോബിൾസിന് പ്രത്യേക പദവി കൊടുക്കത്തില്ല, പള്ളിക്ക് വേണ്ടി പ്രത്യേക നികുതി നിങ്ങൾ കൊടുക്കണ്ട, അതുപോലെ തന്നെ നിങ്ങൾ അഡീഷണൽ ടാക്സ് ഒന്നും കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവസാനം പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ സോൾവായി വന്ന സമയം. ഇനി നമുക്ക് നോക്കാനുള്ളത് വുമൺ ആൻഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഇതിൽ സ്ത്രീകളുടെ ഇമ്പോർട്ടൻസും അതിനുശേഷമാണ് അവർ പറഞ്ഞ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുകയും ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫലമായിട്ട് ഫ്രാൻസിൽ പുതിയ അധികാരികൾ വരികയും അവർ എങ്ങനെ ഭരിച്ചു, അവർക്ക് എന്ത് പണിയാണ് കിട്ടിയത്, അവർക്ക് ഈ പറയുന്ന വന്നതിനേക്കാളും പോയതാണ് അല്ലെ, ഉണ്ടായിരുന്നതിനേക്കാളും മെനക്കെട്ടതാണ്, ബുദ്ധിമുട്ടുള്ളവന്മാരാണ് വന്നതെന്ന് പറഞ്ഞ പോലെ ഈ അധികാരം പിടിച്ചെടുത്ത ഈ പാവങ്ങൾ മിഡിൽ ക്ലാസ് ഉണ്ടല്ലോ, പിന്നെ അവർ കാണിക്കുന്ന അഹങ്കാരങ്ങൾ അത് സഹിക്കാൻ വയ്യാതെ പിന്നെ വീണ്ടും മാറ്റങ്ങൾ വരുത്തുന്നു. അവസാനം നെപ്പോളിയൻ വരുന്നു. അതൊക്കെയാണ് ഇനി പഠിക്കാനായിട്ടുള്ളത്. നമുക്കിനി വരുന്ന ക്ലാസ്സുള്ളത് പഠിക്കാം. സോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.